ഇവിടെ ഒരു കളവൻ ഭയങ്കര സ്പീഡിൽ സൈക്കിൾ ഓടിച്ച് ഒരു ഗ്രാമത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഗ്രാമത്തിലുള്ള ഒരു 7 മണിയായതും തിരക്കിട്ട് വീട്ടിലേക്ക് ഓടാൻ തുടങ്ങി. അവിടെയുള്ള എല്ലാവരുടെ വീട്ടിൽ 2 വാതിലുകളുണ്ട്. അതിലെ വലിയ വാതിലടച്ച് എല്ലാവരും ചെറിയ ഡോർ തുറന്നു വെച്ചു. ചൊവ്വാഴ്ച ദിവസം കറക്റ്റ് ആയക്കാലിന് വീട്ടിലുള്ള പുരുഷന്മാരെല്ലാം ചെറിയ കഥക് തുറന്നു വെക്കണം, അല്ലെങ്കിൽ അവർക്ക് ശാപം കിട്ടും. എങ്ങനെയൊക്കെയോ ജസ്റ്റ് മിസ്സിൽ ആ കളവനും വാതിൽ തുറന്നു. എന്നാൽ ആ ഗ്രാമത്തിലുള്ള ഒരുത്തൻ മാത്രം സമയം ശ്രദ്ധിക്കാതിരുന്നത് കൊണ്ട് പെട്ടെന്ന് ഓർമ്മ വന്ന് ഓടിപ്പോയാൽ അതിനുള്ളിൽ ഏക്കാല് കഴിഞ്ഞതും പെട്ടെന്ന് ആ വാതിൽ ഓട്ടോമാറ്റിക്കായി ഓപ്പൺ ആയി. ഇവനും പുറത്തേക്ക് നോക്കിയാൽ ഒരു അഴുകിയ കാലിങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ചുറ്റും ഈച്ചകളാണ്. ഇവനും കൈ കൂപ്പി എന്നെ വെറുതെ വിടണേ, ഇവിടെ നിന്ന് പോയെന്ന് പറഞ്ഞ് കെഞ്ചി നോക്കി. എന്നാൽ പെട്ടെന്ന് അവനെ അറ്റാക്ക് ചെയ്തു പോയി. അടുത്ത ദിവസം നോക്കിയാൽ അവൻ ഡെഡ് ആയിട്ടില്ല, ജീവനുണ്ട്. ശാപം കിട്ടിയ ആശാന് പുറത്തൊരു കൂന് വന്നിട്ടുണ്ട്. അവന് ചുറ്റും എല്ലാവരും ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഹീറോ വന്നു. ആ കഥക് തുറക്കാൻ കറക്റ്റ് സമയത്ത് വരാതെ നിനക്കെന്തായിരുന്നു ജോലി എന്ന് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ പയ്യനും മുത്തശ്ശന്റെ അടുത്ത് അയാൾക്ക് എന്ത് പറ്റിയതാണെന്ന് ചോദിച്ചു. ഇതേപോലെ പുറത്ത് കൂന് വന്നതിന് ശേഷം 13 ദിവസത്തിനുള്ളിൽ അയാൾ മരിച്ചു പോകും, അതുകൊണ്ടാണ് എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. പറഞ്ഞ പോലെ തന്നെ അവനും 13 ദിവസം കഴിഞ്ഞതും മരിച്ചുപോയി. ഇപ്പൊ അവന്റെ ഫോട്ടോക്ക് മാലയെല്ലാം ഇട്ടു വെച്ചിട്ടുണ്ട്. ആദ്യ സീനിൽ കണ്ട മുത്തശ്ശന്റെ മകളെ ഒരുത്തൻ പ്രേമിക്കുന്നുണ്ടായിരുന്നു. ആ പെണ്ണിന്റെ അച്ഛൻക്കും ഇംഗ്ലീഷ് അറിയുന്നവനെയാണ് മകൾക്ക് ഭർത്താവായി കിട്ടേണ്ടതെന്ന് കണ്ടീഷൻ പറഞ്ഞതുകൊണ്ട് അവൾ അവനെ കൊണ്ട് എസ്സേ പഠിപ്പിച്ചിട്ട് അവളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നാൽ അവൻ തെറ്റായിട്ടാണ് പറഞ്ഞത്. അതോടെ ഇംഗ്ലീഷ് വായിക്കാൻ പോലും അറിയാത്തവനെ മകളെ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇതോടെ ഇവരും വീട്ടിൽ അറിയിക്കാതെ കല്യാണം കഴിക്കാമെന്ന് തീരുമാനിച്ചു. പൂജാരിയുടെ അടുത്ത് പോയി അതിനായിട്ടുള്ള ദിവസമെല്ലാം നോക്കിയാൽ കഷ്ടകാലത്തിന് ചൊവ്വാഴ്ച ദിവസം വൈകിട്ട് 5 മണിയാണെന്ന് പറഞ്ഞു. ചൊവ്വാഴ്ച രാത്രി 7:15 ഡോർ തുറന്നു വെക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞു. ഇവനും ഇവന്റെ ഫ്രണ്ടും തമ്മിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിന്റെ അച്ഛൻ വീട്ടിലില്ലേ, അങ്ങേര് തുറന്നു വെച്ചോളും എന്ന് ഫ്രണ്ട് ഐഡിയ കൊടുത്തു. അങ്ങനെ കല്യാണ ദിവസമായതും ഇവൻ പെട്ടെന്ന് അതിനായി ഇറങ്ങിയതും അച്ഛൻ എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്, നീ കഥക് തുറക്കാൻ മറക്കരുതെന്ന് പറഞ്ഞിട്ട് പോയി. കല്യാണം കഴിഞ്ഞ് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് താലി കെട്ടി പൊട്ട് വെച്ച് തീന് ചുറ്റും ചുറ്റിയിട്ട് ഫ്രണ്ടിനോട് അവളെ വീട്ടിലേക്ക് ആക്കി കൊടുക്കാൻ പറഞ്ഞ് സ്പീഡിൽ സൈക്കിൾ ഓടിച്ചു വരാൻ തുടങ്ങി. നിലത്ത് വീണു. അവിടെ നിന്ന് എണീച്ച് വീട്ടിലേക്ക് ഓടി വന്ന് നോക്കിയാലും അതിനുള്ളിൽ ഏക്കാലായിരുന്നു. ഇവന്റെ കഷ്ടകാലത്തിന് ആ ഡോർ വരെ ജാമായി. തുറക്കുന്നതിനുള്ളിൽ തന്നെ അത് ഓട്ടോമാറ്റിക്കായി ഡോർ തുറന്നു. ആദ്യത്തെ പോലെ തന്നെ പുറത്ത് ആ പൊന്തി നിൽക്കുന്ന അഴുകിപ്പോയ കാല് കാണാൻ തുടങ്ങി. ഇനി എന്ത് സംഭവിക്കും കാണാം അടുത്ത പാർട്ടിൽ.